എല്ലാവർക്കും നമസ്കാരം. യു ക്യാൻ ഡു ചാനലിൻ്റെ കുക്കിംഗ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറുപയർ പരിപ്പ് ഉപയോഗിച്ചുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. 250 ഗ്രാം ചെറുപയർ പരിപ്പാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇത് വറുക്കാത്ത ചെറുപയർ പരിപ്പാണ്. ആദ്യം നമ്മളിത് കറി ഉണ്ടാക്കുന്നതിന് ആദ്യം ചെയ്യേണ്ടത് ഈ ചെറുപയർ പരിപ്പ് നന്നായി വറുത്തെടുക്കുക എന്നുള്ളതാണ്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഞാൻ ഈ ചെറുപയർ ഇടുകയാണ്, ചെറുപയർ പരിപ്പ് ഇടുകയാണ്. ഇത് വറുക്കുന്നതിന് മുന്നേ ഇതിനകത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇത് നല്ല ചോക്കെ വറുത്തെടുക്കണം. ഈ ചെറുപയർ പരിപ്പ് നല്ല കണ്ടില്ലേ, പച്ച ചെറുപയർ പരിപ്പാണോന്ന് പോലും പറയത്തില്ല. അതിനൊരു പച്ച നിറമൊന്നും ഇല്ല, തോലിൻ്റെ നിറം പോലും ഇല്ലാതെ നല്ല പ്യുവറായിട്ട് പരിപ്പ് മാത്രമാണ്. ഇതിപ്പോഴും നമുക്ക് ഇങ്ങനെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പണ്ട് കാലത്ത് ചെയ്യുന്നത് വെച്ചാൽ ചെറുപയർ നന്നായിട്ട് വറുക്കും. നല്ല ചുവപ്പ് നിറത്തിൽ ചെറുപയർ വറുത്തിട്ട് പിന്നെ ചാക്ക് വിരിച്ചിട്ടോ അല്ലെങ്കിൽ തുണി വിരിച്ചിട്ടോ ഒക്കെ അതിന് മേലെ ഈ പയർ നിരത്തും. എന്നിട്ട് നമ്മുടെ അമ്മിക്കല്ലിൻ്റെ കുഴവിയോ അല്ലെങ്കിൽ അമ്മിക്കുഴവി എന്നൊക്കെ പറയുന്ന സാധനം കൊണ്ട് അതിൻ്റെ മേലെ കൂടെ കുറേ പ്രാവശ്യം ഓടിച്ച് കഴിയുമ്പോൾ ഇതിലെ പരിപ്പ് പിളർന്നു വരും. പരിപ്പ് പിളർന്നു വരിക മാത്രമല്ല തൊലി വേർവിട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ട് അത് ചേറി എടുത്തിട്ട് അതിൻ്റെ പരിപ്പ് മാത്രം എടുത്ത്, അതുകൊണ്ടാണ് ഈ പരിപ്പ് കറിയും പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിരുന്നത്. അപ്പം നമ്മുടെ പരിപ്പ് ഇപ്പം കൊത്തി ഞാൻ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇത് പരിപ്പ് ചൂടായി വരുന്നതിനനുസരിച്ച് തീ കുറച്ച് വെച്ച് ഇത് ചോക്ക വറുക്കെടുക്കണം. നല്ല ചോപ്പിന് ഞാൻ കാണിച്ചു തരാം ഏത് പാകത്തിലാണ് വേണ്ടതെന്നുള്ളത്. നമ്മുടെ പയർ മൂത്ത് തുടങ്ങി, ഇങ്ങനെ നിറം മാറി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇനി ഒരു 3 മിനിറ്റ് കൂടി ഇരുന്നാൽ മതി. ഇതൊന്ന് കളറ് മാറി വരാനായിട്ട് കുറച്ച് നേരം കൂടി മതി. കരിയരുത്. തീ കുറച്ച് വെച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ. നമ്മുടെ പരിപ്പ് നല്ല മൂത്ത് കഴിഞ്ഞു, കണ്ടില്ലേ, ഈ പാകത്തിന്. ഇനി ഇത് ഞാൻ തീ ഓഫാക്കുകയാണ്. വറുത്തെടുത്ത പരിപ്പ് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനത് 2-3 വെള്ളത്തിൽ കഴുകി. ഇനിയിപ്പോൾ നമ്മളിത് ഈ കുക്കറിൽ വേവിക്കണം. ഞാൻ ഈ കുക്കറിലേക്ക് അത് ഇടുകയാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടുകയാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇടേണ്ടത് ചുവന്നുള്ളിയാണ്. ഇത് ചുവന്നുള്ളിയും പച്ചമുളകും ഞാൻ ഇതിലേക്ക് ഇടാനായിട്ട് എടുത്തു വെച്ചതാണ്. ഇതൊരു 10 ചെറിയ ചുവന്നുള്ളിയുണ്ട്. പിന്നെ മുളക് ഞാൻ 5 എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും കൂടി ഇതിനകത്തേക്ക് ചേർക്കുക. മുളക് ഞാനൊന്ന് മുറിച്ചിടാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം എന്ന് പറയുന്നത് ഞാൻ ഈ അളവ് പാത്രമാണ് എടുത്തത്. ഇതിന് 2.5 പാത്രം വെള്ളം ഞാനിതിലേക്ക് ഒഴിക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് വേകുന്നതിന് ആവശ്യമായ ഉപ്പും ഇട്ടിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നു. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇത് മൂടിയിട്ട് ഒരു 3 വിസിൽ വരണം. 3 വിസിൽ വന്നിട്ട് പ്രഷറെല്ലാം പോയി കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. പരിപ്പ് വേവുന്ന നേരം കൊണ്ട് നമ്മൾക്കിതിലേക്ക് വേണ്ട അരവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 2 പിടി തേങ്ങയാണ്. 2 പിടി തേങ്ങ, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഇത്രയും വെളുത്തുള്ളി. ഇനി ഇതെല്ലാം കൂടി, പിന്നെ അതിൻ്റെ കൂടെ ഒരപ്പം നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഞാനത് അരച്ചു കൊണ്ടുവരാം. ഇങ്ങനെ നമ്മുടെ പരിപ്പ് കറിക്ക് വേണ്ട പരിപ്പ് നമ്മൾ വേവിച്ച് വെച്ചു, അരവും തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഈ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച അരവ് ഒഴിക്കുകയാണ്. വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ചേർക്കുന്നു. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരുപാട് വെള്ളം ഈ കറിക്ക് പാടില്ല. ചോറ് ഒഴിച്ചിടാനുള്ള കറിയാണ്, എന്നാൽ അച്ചാറ് വേണം താനും. അപ്പോൾ നമ്മുടെ പരിപ്പും അരവും കൂടി നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിക്കണം. ഞാൻ ചൂട് വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. ഇതാണ് പരിപ്പ് കറിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരുപാട് ഇത് തണുത്താൽ കുറച്ച് സെറ്റാവും എന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് റെഡിയാക്കി വെക്കാം. പക്ഷേ ഫൈനൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതായിരിക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു തണ്ട് കറിവേപ്പിലയും കൂടി ഇടുകയാണ്. ഈ ഘട്ടത്തിൽ നമുക്ക് ഉപ്പ് നോക്കാം.
ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇതിനകത്തേക്ക് ചേർക്കണം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തതാണ്. ഇനി നമുക്കൊന്നുകൂടി നോക്കാം. കുറച്ച് ഉപ്പും കൂടി വേണം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നു. ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഇനി ഇത് നമ്മളിങ്ങനെ ഇളക്കി വേണം ചൂടാക്കാൻ. സാധാരണ കറികൾ തിളയ്ക്കാൻ വിടുന്ന പോലെ തിളയ്ക്കാൻ പാടില്ല. കാരണം ഇത് വേഗം പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കുന്നതാണ്. അങ്ങനെ കഞ്ഞിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ ഇളക്കി തന്നെ ഇത് നമ്മൾ ചൂടാക്കിയെടുക്കണം. ഈ കറി എന്ന് പറയുന്നത് ഈ തെക്കൻ ജില്ലകളിലാണ് ഈ കറിക്ക് കൂടുതൽ പ്രചാരം. അവിടെ സദ്യ കൊടുക്കുമ്പോൾ സദ്യയിൽ ആദ്യം കൊടുക്കുന്ന വിഭവം എന്ന് പറയുന്നത് പരിപ്പും നെയ്യുമാണ്. ഇനി ചെറുപയർ പരിപ്പ് കൊണ്ടുണ്ടാക്കുന്ന കറി അതിൽ നെയ്യ് ഒഴിച്ച് പപ്പടം കൂട്ടി കഴിക്കുന്നതാണ് രീതി. അവിടെ കല്യാണ സദ്യക്കായാലും ഇനി അല്ലാതെ ഓണസദ്യക്കായാലും എല്ലാം ആദ്യം കൊടുക്കുന്ന കറി ഇതാണ്. കൊച്ചുകുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കറിയാണിത്. ഇങ്ങനെ കണ്ടില്ലേ, നമ്മുടെ കറിയിൽ തിള വന്നു തുടങ്ങി. ഈ ഘട്ടത്തിൽ നമുക്കിത് ഓഫ് ചെയ്യാൻ. കറി നല്ല ചൂടായി തിളയും വന്നു തുടങ്ങി. ഇനി ഞാൻ ഓഫാക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടി ചേർക്കണം. ചട്ടി ചൂടായി കഴിഞ്ഞു. അതിനകത്തേക്ക് നമുക്ക് കടുക് വറുക്കുന്നതിനാവശ്യമായ എണ്ണ ഒഴിക്കുകയാണ്. ഇതിലേക്ക് 3 മുളക് മുറിച്ചതിടുന്നു. ഒരു 3 ചുവന്നുള്ളി അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും കൂടി. തീ ഓഫ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. കറിക്കൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്തത്. ഇനി നമ്മൾ കടുക് വറുത്തത് നമ്മുടെ കറിയിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ചോറിലൊഴിച്ചുകൊണ്ടുവന്ന് എങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ചോറിൽ ആദ്യം പരിപ്പ് കറി ഒഴിക്കുക, നെയ്യ് ഒഴിച്ച് ഈ പപ്പടം കൂട്ടി നന്നായിട്ട് ഞെടി കഴിക്കുക. ചിലർ കടുക് വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നെയ്യ് ഒഴിച്ച് കടുക് വറുക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പം വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും ചെയ്യാൻ കഴിയുന്നതാണ്. യു ക്യാൻ ഡു. താങ്ക് യു.